എന്ന് പറയുന്നത് ഇത് പിണറായിയുടെ പണമല്ല, ഇത് ഉമ്മൻചാണ്ടിയുടെ പണമല്ല, കേരളത്തിന്റെ പണമാണ്. ആ പോസ്റ്റിൽ അങ്ങനെ എഴുതിക്കൊണ്ടാണ് പറയുന്നത്. കണക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 വീട് വെക്കാനുള്ള പൈസ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. ചോദ്യമല്ല. KSFE കുറിച്ച് അഖിൽമാരാർക്ക് ഈ സമയത്ത് നോക്കുമ്പോൾ വെബ്സൈറ്റിൽ കാണുന്ന ഒരൊറ്റ എൻട്രി മാത്രമേ അറിയൂ. അതേ അവരിട്ടുള്ളൂ. കള്ളന്മാരുടെ ലക്ഷണം അത് അല്ല, ഒറ്റ എൻട്രി മാത്രമേ അറിയൂ. എല്ലാരും സംശയിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ സംശയിച്ചോട്. എല്ലാ എൻട്രികളും വിശദമായി എഴുതാൻ കഴിയാത്ത രീതിയിലാണ് വെബ്സൈറ്റിന്റെ നിർമ്മിതി. പോട്ടെ, അത് വേറെ കാര്യം. എന്താ നിന്റെ ഉദ്ദേശം? നമ്മുടെ നാട്ടിലെ വലിയ ഇലക്ട്രോണിക് സാധനങ്ങളുടെ കച്ചവടം ചെയ്യാൻ വേണ്ടി KSFE തീരുമാനമെടുത്തു. അതിൽ തന്നെ അഴിമതിയാ. പോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. അവരെന്തോ കാണിച്ചോട്ടെ. ആകെ മൊത്തത്തിൽ എത്ര ലക്ഷങ്ങളുണ്ട്? ഈ ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാനാണോ ഈ പാവപ്പെട്ട മനുഷ്യർ മൊത്തം ഈ പൈസ കൊണ്ട് കൊടുത്തു? എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ ഏത് നാട്ടും പുറത്ത് ഒരു ലോക്കൽ കച്ചവടക്കാരനോട് പോയി ചോദിച്ചു നോക്കണം. ഒരു 100 എണ്ണം ഒരുമിച്ച് മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടുമെന്നും 1000 മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക്. അപ്പം വിലപേശലില്ല. നിന്നെ കൊണ്ട് സ്ഥലത്ത് പോകാൻ കൊള്ളുമല്ലോ. ഞാനൊരു ടെൻഡർ തരികയാണ്. ഹാഷ്മി ആരാണ്? സാംസങ്ങിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. 50,000 ഫോൺ എനിക്ക് വേണമെന്ന് പറയുന്നു. ഇതിന് പൊതുമധ്യത്തിലെ വില 1,20,000 രൂപ. 50,000 എണ്ണം ഓർഡർ തരുമ്പോൾ പുല്ല് പോലെ ഹാഷ്മി എനിക്ക് ഒരു 40,000 50,000 രൂപയ്ക്ക് സാധനം ഓർഡർ ചെയ്യും. നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ബില്ല് 1,20,000 എനിക്ക് തരൂ. ബില്ല് അവിടെ തരൂ. ബാക്കി പരിപാടി ഉടായിപ്പാ. ഇത് ആർക്കറിഞ്ഞൂടാ. നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ ഭായി. നമ്മൾ കച്ചവടം ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആള് കാണിച്ച അമ്മായിയുടെ മോനെ സംബന്ധം ചെയ്യാനല്ലോ. ഉടായ്പ രേഖാപരമായി തെളിയിക്കാൻ ഒരു രേഖയും അഖിൽമാരുടെ പക്കലില്ല. ഇല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. 100% ഹാഷ്മിയോട് അംഗീകരിക്കുന്നു. ഇതുപോലാണ് ഞാൻ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ജനകീയ കോടതിയുടെ ലൈവ് പ്രോഗ്രാം ഞാൻ കണ്ടു. മനോഹരമായിട്ട് എന്തായാലും എഡിറ്റ് ചെയ്യാനുള്ള 24-ന്റെ എഡിറ്ററുടെ കഴിവിനെയും അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറുടെയും പൊളിഞ്ഞു പോകുമെന്ന് കണ്ട ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി 24 കാണിച്ച ഈ മാന്യതയും ആദ്യമായി അഭിനന്ദിച്ചുകൊണ്ട്, നമ്മുടെ ഫോട്ടോഷോപ്പരും വിട്ടുകരല്ലേ, ഇത് ഒറിജിനല്ല, ഞാൻ ചെയ്ത വിത്ത് ഡേറ്റ സഹിതം ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെയാണ് ഇതിന്ന് ടെലികാസ്റ്റ് ചെയ്തത്. അതെ, സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. കൊണ്ട് നടന്നതും നീയെ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറഞ്ഞ കണക്ക് ഒരു കാലഘട്ടത്തിൽ ലോകായുക്ത കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാർ ലോകായുക്തയുടെ വാമൂടി കെട്ടുകയാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു വെച്ചത്. രാഷ്ട്രീയവും മീഡിയയും ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ 2 അറ്റങ്ങളിൽ ഉറിഞ്ചി വളരുന്ന 2 ചെന്നായ്ക്കൾ. ഈ റെജി ലൂക്കോസ് വന്നിരുന്നിട്ട് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഇതാണ് എന്നോട് അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം. ഞാൻ പറഞ്ഞ മറുപടി, ഞാൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ്, ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ആരാന്ന്? എന്റെ പേര് ഉത്തമൻ. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായ ഒരു അഭ്യസ്ത വിദ്യൻ. സർക്കാരിന്റെ PR വകുപ്പിൽ നിന്ന് ന്യൂസ് 24-ന് പോയേക്കുന്ന പൈസയാണ് ഇനി യഥാർത്ഥത്തിൽ ഇനി അറിയേണ്ട കാര്യം. You have a message. 45 crores? Happy? ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോക്കൂ.